കോമളം കൂജയന്മേനും ശ്യാമളോയം കുമാരക വേദവേദ്യം പരമ്പരമാ ഭാസുതാം പുരുതോമ ഭാസുതാം കൃതിമേസുത ഭഗാരോ ഭക്തിവർദ്ധക വികാരോ ഗർവനാശക പകാരോ വിനയവർദ്ധക തകാരോ തത്വനിശ്ചയ. തത്വനിശ്ചയത്തിന് ശ്രീമദ് ഭാഗവതത്തിലൂടെ പോകുമ്പോൾ ഭാഗവത പ്രദീപം ചന്ദ്രമന ഗോവിന്ദനും കൂടി ഉപദേശിച്ച ശ്രീമദ് ഭാഗവതം. അതിനുശേഷം നിരവധി വർഷങ്ങളായിക്കൊണ്ട് പലരുടെയും കൂടി പ്രഭാഷണങ്ങൾ കേൾക്കാനും കൂടെ വായിക്കാനും അത്യാവശ്യം പറയാനും ഒക്കെ കഴിവ് തന്നതായ സ്വാമിയാർ മാടശ്ശേരി നീലകണ്ഠൻ തിരുമേനി പിള്ളച്ചേട്ടൻ വളരെ അത്യാസന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. നിരവധി ക്ഷേത്രങ്ങളിൽ, നിരവധി ഇല്ലങ്ങളിൽ, നിരവധി സ്ഥലത്ത് അദ്ദേഹം നമ്മളെ വളർത്തി വായിപ്പിച്ച് പ്രഭാഷണത്തിന് കെൽപ്പാക്കിക്കൊണ്ട് താൻ പറയേ ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നൊന്നര മണിക്കൂറോളം നേരം അദ്ദേഹം 1 മണിക്കൂറോളം നേരം അവസരങ്ങളിലെ പ്രഭാഷണങ്ങളിലേക്ക് ശക്തിയുമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെയുള്ളതായ ഭാഗവത പ്രേമികൾ, ഇങ്ങനെ ഉള്ളതായ സന്യാസി വര്യന്മാർക്ക് തുല്യവരായ, ഇങ്ങനൊരു ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നവരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ നിലനിൽക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്, ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ലോകത്തിന് മുഴുവൻ സന്ദേശം നൽകുന്നതായ ഓരോരുത്തരുടെയും വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, സരസ്വതി വിളയാടുമ്പോൾ ലോക ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്നതായ, മനസ്സിനെ മാറ്റിമറിക്കുന്നതായ ധാരാളം ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പേരുണ്ട്. എൻ്റെ അമ്മാവനും അമ്മായച്ചനായ ഭാഗവത പ്രദീപം ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി, അതുപോലെ തന്നെ വെൺമണി കൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ ബിജു ഗോപാലകൃഷ്ണൻ, നിഗമാനന്ദ തീർത്ഥവാദ സ്വാമികൾ, പിന്നെയോ പുളിക്കാപ്പറമ്പ്, ഞങ്ങൾ തുല്യപ്രായക്കാരാണ്, മാടശ്ശേരിയുടെ ശിഷ്യനുമാണ്. പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി, എണ്ണിയാൽ തീരാത്തതായ ഭാഗവത ആചാര്യന്മാർ, കൂട്ടുകാരെ പോലെ എപ്പോഴും വാരി പുണരുന്നതായ ആചാര്യന്മാർ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു ബന്ധുവും കൂടെയാണ് അനിയൻ വെൺമണി ഭവദാസ്. അതുപോലെ തന്നെ അനിയൻ എന്ന് വിളിക്കുന്നതായ ബോംബെയിൽ താമസിക്കുന്നതായ മുല്ലമംഗലം അനിയ എന്നേ വിളിക്കാറുള്ളൂ, ഏട്ടാന്ന് വിളിക്കാറില്ല, അനിയാന്ന് തന്നെയാണ് വിളിക്കാറ്. എന്നേക്കാൾ ഒരു 6-7 മാസം താഴെയാണ് മുല്ലമംഗലം അനിയൻ. അപ്പോൾ നമുക്ക് ചരിത്രങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ 82-90 വയസ്സുള്ളവരോ ആചാര്യന്മാരുടെ കൂടെ പോകുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ നമ്മളിലേക്ക് പകർത്തുമ്പോൾ, അവരുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തുമ്പോൾ, അദ്ദേഹം മാടശ്ശേരി സന്യാസിവര്യനായ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. മുകുന്ദപുരത്ത് വായിക്കാൻ പോയപ്പോൾ അവിടെ പ്രഭാഷണം താനാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്കൊരു ടെസ്റ്റ് എഴുതാൻ പോകണമായിരുന്നു. മുകുന്ദപുരത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു 8 മണിയായപ്പോൾ എൻ്റെ അമ്മാവൻ അവിടെ എത്തിച്ചേർന്നു, ഭാഗവത പ്രദീപം അവിടെ എത്തിച്ചേർന്നു. ഇനിയത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, താൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമസ്കരിച്ചെറിഞ്ഞപ്പോൾ മൈക്കിൽ കൂടെ മാടശ്ശേരി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. താൻ ഭാഗവത സ്വരൂപിയായി മാറിക്കഴിഞ്ഞു, തനിക്ക് ഇതിൽ നിന്നും താൻ നിൽക്കില്ല, താൻ ടെസ്റ്റ് എഴുതിക്കോളൂ, അതിന് കുഴപ്പമില്ല, പക്ഷെ അതിലൊന്നും താൻ നിൽക്കില്ല, താൻ ഭാഗവത സ്വരൂപം തന്നെയാണെന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് ഇതായിപ്പോയി, ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ കോളേജിലോ സ്കൂളിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ല. പക്ഷെ അദ്ദേഹം നമസ്കരിച്ചറിഞ്ഞാൽ പറഞ്ഞ താൻ പരിപൂർണമായി ഭാഗവത സ്വരൂപം, അതാണ് ഇറങ്ങി ഓടുന്നത് എന്നർത്ഥം. ഒരു സ്ഥലത്ത് ഒരു ശ്രീശുഖനെ പോലെ ഇറങ്ങി ഓടുന്നത്, താൻ ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാതെ ആയി തീരട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. ആ ഒരു സന്തോഷം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ പരിപൂർണതൃപ്തനാണ്. മുകുന്ദപുരത്തെ ആ ഒരു അനുഗ്രഹം, ആ ഒരു ആദ്യം ഞാൻ അദ്ദേഹത്തിനോട് സ്ഥലം ദേഷ്യം വന്നു. കാരണം ഒരു ടെസ്റ്റ് എഴുതാൻ പോകുന്ന ഒരാളോട് താൻ അതിലൊന്നും വിജയിക്കില്ല, തൻ്റെ ഫീൽഡ് ഇതാണ് എന്ന് മൈക്കിൽ കൂടെ പറയുമ്പോൾ, താൻ എവിടെയും ഒരുത്തും ഉറച്ചു നിൽക്കില്ല എന്ന് പറയുമ്പോൾ, ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രം താൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ എന്ന് അനുഗ്രഹിച്ചപ്പോൾ ആദ്യം ഒരു ദേഷ്യം വന്നു. പിന്നീട് ഇപ്പോഴും വളരെ കണ്ണീരോടെ, വളരെ സങ്കടത്തോടെ എന്നെ ഉയർത്തിയതായ ഭാഗവതത്തിൻ്റെ ഫീൽഡിൽ, അതുപോലെതായ സാമുദായിക സംഘടനകളുടെ വീടുകളിലും സാമുദായിക സംഘടനകളുടെ സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രീതികളൊക്കെ നമുക്കറിയാം. തൊട്ടടുത്തുള്ളതായ ഇവിടെ പെരുമ്പാവൂർക്ക് പോകുന്നതായ ഒരു ഇരുവച്ചിറയിൽ അദ്ദേഹം വർഷങ്ങളായിട്ട്
അദ്ദേഹം തന്നെയാണ് അവിടെ ഭാഗവത ആദി പുരാണങ്ങൾ, അതുപോലെ തന്നെ ദേവി ഭാഗവതം, അതുപോലെ തന്നെ ശിവപുരാണം, ഏതു വേണ്ട എല്ലാം കൈകാര്യം ചെയ്യുന്നതായ ഞങ്ങൾ സ്നേഹത്തോടുകൂടെ വിളിച്ചിരുന്നതായ പിള്ളച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ജീവൻ നിലനിന്നാൽ മാത്രമേ ലോകരക്ഷയ്ക്കായിക്കൊണ്ട് സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കൂ. വളരെ ട്രഡീഷണലായിട്ട് രീതിയിൽ വളരെ സാത്വികമായ ആഹാരം കഴിച്ചുകൊണ്ട് എൻ്റെ അനിയൻ ഒരു ദിവസം എം.എൻ. നാരായണൻ അദ്ദേഹം ഒരു ദിവസം പൂജയ്ക്ക് സഹായിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം അമ്മാവനുകൊണ്ട് കൂടെ അദ്ദേഹം അപ്പോൾ പറഞ്ഞു, 10-24 നേദ്യങ്ങൾ പഞ്ചമസ്കന്ധത്തിൽ ഒരുമിച്ച് വേണം നേദിക്കാൻ പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു. അപ്പം ആളശ്ശേരി അദ്ദേഹം പറഞ്ഞേ, ഈശ്വരൻ എപ്പോഴും തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ലടോ, അനുഗ്രഹിക്കാനാണ് വേണ്ടത്. അതിൻ്റെ ഒരംശം ലോകത്തിന് നൽകുക, വിശക്കുന്നവർക്ക് ആഹാരം നൽകുക, ജീവികൾക്ക് താഴെയുള്ളതായ ഉറുമ്പുകൾക്ക് ആഹാരം നൽകുക, അമ്പലത്തിന് ചുറ്റുമുള്ളതായ കിളികൾക്ക് ആഹാരം നൽകാൻ സഹായിക്കൂ. ഭഗവാൻ തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കണതല്ല, ഭഗവാൻ അതിൻ്റെ അമൃതാംശം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓടത്തിൽ മാത്രം നിറച്ച് തിരുമധുരം നേദിച്ചാൽ മതി രാവിലെ കാപ്പിക്ക് നിർത്തുന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അറിവുണ്ടായി എന്നർത്ഥം. ആയിരക്കണക്കിന് പേര് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ പലരും കൂട്ടുകാരടക്കം പുറത്തേക്ക് പോകാൻ, യുദ്ധം കാരണം പുറത്തേക്ക് പോകാൻ പട്ടിണിയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുമ്പോൾ, ഓർമ്മയിൽ നിൽക്കുമ്പോൾ, മനസ്സിലെല്ലാം ബോധത്തിൽ തെളിയുമ്പോൾ സംശയമൊന്നുമില്ല അദ്ദേഹത്തെപ്പോലുള്ള സാത്വികരായ ആചാര്യന്മാർ ലോകത്തുണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃത്യം ചിട്ടയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പട്ടിണിയുടെ പരിവക്കത്തിൽ നിന്നും കൊണ്ട് ഒരു തുണിക്കടയിൽ തുണി എടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഗുരുനാഥൻ കണ്ടെത്തി ഗുരുവായൂർക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒന്ന് കൊച്ചാണ്. അതിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിൽ നിരവധി സത്രങ്ങളിൽ അടക്കം അദ്ദേഹത്തിൻ്റെ വരികൾ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ തന്നെ വെളുത്താട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് ഉള്ളതായ സത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് വെളുത്താട്ട് ഭാഷത്തിന് വേണ്ടത് എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മാളശ്ശേരി പിള്ളച്ചേട്ടൻ സന്യാസി എന്ന് വിളിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമല്ല, അത്രയേറെ സ്നേഹമാണ് മാളശ്ശേരി പിള്ളച്ചേട്ടനാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. സത്ര വേദികളിൽ ഞങ്ങൾക്ക് പ്രഭാഷണം തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളതായ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കാൻ മനസ്സൊരുക്കി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചേ മതിയാവൂ. പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം സന്യാസി വര്യനായ പിള്ളച്ചേട്ടൻ എന്ന് വിളിക്കുന്ന നീലകണ്ഠൻ തിരുമേനിയുടെ നീലകണ്ഠേട്ടൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ നമുക്കറിയാം പാർലേക്കാട് സത്രത്തിന് അനൗൺസ്മെൻറ്റ് 2 ദിവസമായിരുന്നു. യാദൃശ്യമായിട്ട് അദ്ദേഹം കയറി വന്നു. അദ്ദേഹത്തെ പറ്റി എന്തു പറയാനാണ്, സന്യാസി വര്യന് തുല്യനായ എന്നാണ് അന്ന് ഞാൻ അനൗൺസ് ചെയ്തത്. നിഗമാനന്ദ സ്വാമികളുടെ ഒപ്പം തന്നെ അന്ന് അങ്ങനെ എനിക്ക് തോന്നിയത് സന്യാസി വര്യന് തുല്യമായ അദ്ദേഹം കയറി വരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളതായ ഇല്ലത്തിന് 12 കിലോമീറ്റർ അപ്പുറത്തുള്ളതായ കോതമംഗലം സ്വദേശിയാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അത് വളരെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ വാക്കുകൾ സത്യമായി തീർന്നു. അദ്ദേഹം സന്യാസി വര്യനായി തീർന്നു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കാൻ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഗുരുനാഥനായ ഈശ്വര തുല്യനായ മാളശ്ശേരി പിള്ളച്ചേട്ടൻ്റെ പാദങ്ങളിൽ.